സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2 ദിവസമായി ഇപ്പോൾ നന്ദനെ കാണാതായിട്ട്. നന്ദനെ കാണാതാകുന്നതിന് മുമ്പ് തന്നെ കേസ് കൊടുത്തിരുന്നു നന്ദനും പ്രഭാവതിക്കുമെതിരെ. എന്നിട്ട് പോലും DYSP കാര്യമായിട്ട് കേസ് അന്വേഷിക്കുന്നില്ല, നന്ദനെ കണ്ടെത്താൻ യാതൊരു ശ്രമവും നടത്തുന്നില്ലെന്ന് ദേവിക്ക് മനസ്സിലായി. മാത്രമല്ല, ഇസബല്ലയുടെ അങ്കിളല്ലേ DYSP, അപ്പോൾ അതിൻ്റെ പേരിനാണോ കേസ് ഇങ്ങനെ സ്ലോ ആയിട്ട് കൊണ്ടുപോകുന്നതെന്ന് ദേവിയയ്ക്ക് ശക്തമായിട്ടും സംശയം തോന്നുന്നു. അതിൻ്റെ പേരിൽ ദേവിക DYSPയെ വിളിച്ച് ശക്തമായി താക്കീത് നൽകുന്നുണ്ട്. കേസ് അന്വേഷണം എന്തുവരെയായി? ഫയൽ കണ്ടെത്താൻ നിങ്ങൾ എന്തൊക്കെ നടപടി സ്വീകരിച്ചു? നന്ദനെ കണ്ടെത്താൻ നിങ്ങൾ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? MLA പറഞ്ഞിട്ടും അതിനെ നിസ്സാരമായിട്ട് കണ്ടാൽ മതിയെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു പോലീസ് വകുപ്പിൽ ഇരുന്നു കൊണ്ട് ശമ്പളം മേടിച്ചാൽ മാത്രം പറ്റത്തില്ല. അല്പമെങ്കിലും ജോലിയോട് ആത്മാർത്ഥത പുലർത്തണം. എത്രയും പെട്ടെന്ന് നന്ദനെ അറസ്റ്റ് ചെയ്യണം. നന്ദനെ എൻ്റെ കൺമുന്നിൽ കൊണ്ടുവരണം. ഫയൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ ദേവിക താക്കീത് കൊടുക്കുമ്പം മൗനമായിട്ട് നിൽക്കാനേ DYSPക്ക് ആകുന്നുള്ളൂ. കാരണം മറുത്തൊന്നും പറയാൻ പറ്റുന്നില്ല. ദേവിക അത്രയും സ്ട്രോങ് ആണെന്ന് മനസ്സിലാകുന്നു. ശരിക്കും പറഞ്ഞാൽ DYSPയും ഇസബല്ലയും കെവിനും ഒക്കെ വിചാരിച്ചിരുന്നത് ദേവിക ഒരു പാവമാണ്. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു ചതി വന്നു കഴിഞ്ഞാൽ തന്നെ ഭർത്താവിനെ കുരുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അമ്മായിയമ്മയ്ക്കും ഭർത്താവിനും വേണ്ടിയിട്ട് പല ത്യാഗവും സഹിച്ച് സ്വന്തമായിട്ട് എല്ലാ പ്രശ്നങ്ങളും അങ്ങ് നേരിട്ടോളും എന്നൊക്കെ വിചാരിച്ചാണ് നന്ദനെ കൈക്കലാക്കിക്കൊണ്ട് ഓരോ ഇങ്ങനെയുള്ള കൊനഷ്ട പരിപാടികൾ KK നായരുടെ പ്ലാന്റ് ആയാലും അതുപോലെ ഫയലായാലും പല കാര്യങ്ങളും ചെയ്യാൻ പ്ലാൻ ചെയ്തതുപോലും ദേവിക ഇങ്ങനെ ശക്തമായിട്ട് തിരിഞ്ഞ് തങ്ങൾക്ക് തന്നെ അതൊരു വിനയായിട്ട് മാറും എന്നുള്ള കാര്യം സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. എന്നാൽ ഇസബല്ലയാണെങ്കിൽ ഈ ഒരു സാഹചര്യം എങ്ങനെയെങ്കിലും ദേവികയെ നന്ദനെ അകറ്റിക്കൊണ്ട് നന്ദനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ പണ്ട് താൻ മനസ്സിലാഗ്രഹിച്ച ആ ഒരു സ്വപ്നം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഓരോ പ്ലാനും തയ്യാറാക്കുന്നു. ഒറ്റ റൂം മതി എന്നുള്ള താല്പര്യത്തിൽ ഹോട്ടലിലേക്ക് വരുമ്പോഴത്തേക്കും നന്ദൻ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പുറത്താണ് AC കംപ്ലൈൻ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് നന്ദൻ പോലും അറിയാതെ നന്ദനോടൊപ്പം ബെഡിൽ വന്ന് കടന്നത്. എന്നാൽ ആ ഒരു കാര്യമൊക്കെ ഹോട്ടലിൽ വെച്ച് നന്ദനെ മനസ്സിലായ ആ ഒരു സുഹൃത്ത്, ചന്ദ്രമതിയുടെ സുഹൃത്ത്, വീഡിയോ വഴി ഷൂട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു ന്യൂസായിട്ട് പബ്ലിഷ് ചെയ്ത് നന്ദനെയും അതുപോലെ MLA ദേവികയെയും സിദ്ധാർത്ഥൻ സാറിനെയും എല്ലാവരെയും മാനം കെടുത്താൻ വേണ്ടിയിട്ടാണ് അയാളുടെ പുറപ്പാട്. എന്തായാലും നന്ദൻ ചെന്നുപെട്ടിരിക്കുന്നത് വല്ലാത്തൊരു കെണിയിലാണ്. ഇസബല്ലയോട് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. ഋഷി കൊലപാതക കേസ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പേരിനുള്ളൊരു നന്ദിയാണ് നന്ദൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നിന് പിറകെ ഒന്നായിട്ട് നന്ദന് തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഒരു വീഡിയോ ദൃശ്യങ്ങൾ തന്നെ അദ്ദേഹം ചന്ദ്രമതി ആൻറ്റിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിൽ ഈ വീഡിയോ കണ്ട് ആകെ ഷോക്കാകുന്നു. അപ്പോഴയാൾ വിളിച്ചു പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഫോണിലേക്ക് അയച്ചു തന്നൊരു വീഡിയോ ഉണ്ടല്ലോ, അത് AI ക്രിയേറ്റഡ് ഒന്നും അല്ല, ഒറിജിനലാ. കണ്ടാൽ തന്നെ മനസ്സിലാകും. നന്ദനും ഇസബല്ല എന്ന് പറയുന്ന പെൺകുട്ടി, കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ അടുത്തിടയ്ക്ക് നന്ദനെയും ഒരു പെൺകുട്ടിയെയും തമ്മിൽ സദാചാരത്തിൻ്റെ പേരിൽ പിടിക്കുകയും അതൊരു സോഷ്യൽ മീഡിയയിൽ വൈറൽ വീഡിയോ ആയിരുന്നല്ലോ. ആ സെയിം പെൺകുട്ടി തന്നെ നന്ദൻ്റെ റൂമിൽ ഒരുമിച്ചാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. ആ ദൃശ്യങ്ങളാ എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, ഒരിക്കലും ഈ വീഡിയോ പബ്ലിഷ് ആക്കരുത്, എന്താ നിങ്ങളുടെ ആവശ്യം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അയാൾ ചില ഡിമാൻഡൊക്കെ പറയുന്നുണ്ട്. ദേവിക വഴി, അതായത് ഒരു MLA വഴി ഇനി അയാൾക്ക് എന്തെങ്കിലും സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു ബ്ലാക്ക് മെയിൽ ആയുധമായിട്ട് അയാൾ നടക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഇതൊരു വല്ലാത്ത ചതിയാകുന്നു. ഈ ദൃശ്യം ചന്ദ്രമതി ആണെങ്കിൽ മറച്ചു വെക്കുന്നില്ല. ചന്ദ്രോത്തെത്തി സിദ്ധാർത്ഥനെയും അതുപോലെ ദേവികയും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പ്രഭാവതി ആളാകെ മാറിയിട്ടുണ്ടെന്നും നന്ദൻ്റെ ഈ കൊള്ളരായിക്കെല്ലാം പ്രഭാവതി സപ്പോർട്ടാണെന്ന് ചന്ദ്രമതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ കാര്യം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ദേവികയെയും അതുപോലെ സിദ്ധാർത്ഥനെയും മുരളിയെയാണ് ചന്ദ്രമതി ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ ദൃശ്യം കൂടി കാണുമ്പോഴത്തേക്കും ആകെ മനസ്സ് തകരുന്നുണ്ട് ദേവികയ്ക്കും അതുപോലെ സിദ്ധാർത്ഥൻ സാറിനും. ഇസബല്ലയും നന്ദനെയും ചേർത്ത് പലരും പല അപവാദ കഥകൾ പറഞ്ഞെങ്കിലും ഇതിലൊന്നും വാസ്തവം കാണില്ല എന്നാണ് താൻ ഇതുവരെ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു തൻ്റെ മകൻ എത്രമാത്രം തെറ്റായ ദിശയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അവനെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യവും തനിക്കില്ലെന്നും പറഞ്ഞ് സിദ്ധാർത്ഥനാണെങ്കിൽ ചില ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ഇസബല്ലയും നന്ദനും കോഫിയൊക്കെ കുടിച്ച് റൂമിലിരിക്കുന്ന സമയത്താണ് പുറത്ത് ആരോ ഡോറ് തട്ടുന്ന സമയം ആരാണെന്നറിയാൻ വേണ്ടിയിട്ട് പേടിച്ച് വരച്ച് നന്ദനാണെങ്കിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അത് മറ്റാരും ആയിരിക്കില്ല. എന്തായാലും കേസ് അന്വേഷണത്തിൻ്റെ പേരിൽ DYSPക്ക് അവരെ അറസ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അതായത് നന്ദനെ അറസ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തൻ്റെ ജോലിയെ ബാധിക്കുമെന്ന് മനസ്സിലാക്കി ഇനി അദ്ദേഹമാണോ വന്നിരിക്കുന്നത്, അതോ വീഡിയോ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത ആ വ്യക്തി തന്നെ നന്ദനെയും ഇസബല്ലയും ബ്ലാക്ക്മെയിൽ ചെയ്ത് തൻ്റെ വരുതിക്കാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുവാണോ? എന്തായാലും ശാരികയാണെങ്കിൽ രണ്ടും തുനിഞ്ഞ് നന്ദനെ എങ്ങനെയെങ്കിലും പൂട്ടണം. അതുപോലെ നന്ദൻ്റെ കൂടെ സുഹൃത്തുക്കൾ എന്ന പേരിൽ
തൻ്റെ ചേച്ചിയെ ചതിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കെവിനെയും ഇസബെല്ലയും എന്ന് പറയുന്ന 2 പേരെയും പൂട്ടാൻ വേണ്ടിയിട്ട് രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പം നന്ദനെ കാണാതായ ആ ഒരു വിഷയം ശക്തമായിട്ട് അന്വേഷിക്കുന്നുണ്ടല്ലോ ഗിരീഷും മുരളിയും അതുപോലെ ദേവികയും. പോലീസ് സ്റ്റേഷനിലും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഗിരിയുടെ വീട്ടിൽ നേരിട്ട് ശാരിക എത്തുന്നുണ്ട്. നന്ദനെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടോ, നന്ദേട്ടൻ എവിടെയാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഗിരി പറയുന്നു അറിയില്ല. എന്താ ശാരിക ഇത് ചോദിക്കാൻ കാര്യം? എനിക്കറിയാം, നന്ദേട്ടൻ എവിടെയാണെന്ന് അറിയാമോ? ഇസബെല്ലയെ ഒത്ത് 2 പേരും കൂടി ട്രിപ്പ് പോയിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഗിരി ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. എന്തായാലും ഗിരിക്ക് ഒരു കാര്യം അറിയാം, ദേവിക തെറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നിൽ നന്ദനോ അല്ലെങ്കിൽ പ്രഭാവതി ആൻറ്റിയോ കാണൂ എന്നുള്ള കാര്യം KK നായരുടെ പ്ലാന്റോടെ മനസ്സിലായ കാര്യമാണ്. അപ്പം നന്ദനെ എല്ലാവരും കൂടി ചേർന്ന് ചതിക്കുവാണോ, ഇനി നന്ദനും കൂടി ചേർന്ന് ദേവികയെ ചതിക്കുവാണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഗിരിയെ കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. സത്യങ്ങൾ അറിയുന്ന രജനി ഇനി എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് കാത്തിരിക്കാം. രജനി എന്തൊക്കെ സത്യം അറിഞ്ഞാൽ പോലും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. എല്ലാവരും കൂടി തൻ്റെ നന്ദനെ ചതിക്കുമായിരിക്കും, ദേവികയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ദേവിക ചെയ്ത തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ വിചാരിക്കുകയുള്ളൂ. കാത്തിരിക്കുക എന്താകുമെന്ന്.